ഇനിയൊരു വിപ്ലവ ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വിപ്ലവ ഗാനങ്ങൾ അത് പല പേരിലുമാവാം. പടപ്പാട്ടും സമരഗാനങ്ങളും അങ്ങനെ പല പേരുകളിൽ വിളിച്ചാലും നമ്മുടെ സാമൂഹികമായ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഉണർത്തുപാട്ടുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം സമരവീര്യം നൽകുന്ന പാട്ടുകളും കവിതകളും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധമുഖത്തേക്ക് പുറപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ യുദ്ധമുഖത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ പ്രവാചകൻ സ്വന്തം അനുചരനും കവിയുമായ ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് പറയുന്നുണ്ട്, സാബിത്തെ നീ പാടൂ. നടന്ന് ക്ഷീണിച്ച ആ യാത്രാസംഘത്തിന് ഒരു പുതുജീവൻ നൽകുകയാണ് കവിതകളിലൂടെ, പാട്ടുകളിലൂടെ ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഇന്നും സമരമുഖത്തേക്ക് പുറപ്പെടുവാനും സമരമുഖത്ത് അടിപകരാതെ നിൽക്കുവാൻ നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടും സമരഗീതങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ആദ്യത്തെ സംഗീത ആൽബത്തിൽ നിന്നുള്ളൊരു പാട്ടാണിത്, ഹൃദയമുദ്ര അല്ലേ? വിപ്ലവമുദ്ര. ഹൃദയമുദ്ര പിന്നെ അതിന് ശേഷം ഇറക്കിയതാ ഒരു കവിതയാണ്. വിപ്ലവമുദ്ര എന്ന ഒരു പേരാണ് അന്ന് ഇട്ടിരുന്നത്. അത് അന്ന് സോളിഡാരിറ്റി ഉയർത്തിയൊരു മുദ്രാവാക്യത്തിൽ നിന്നുള്ളൊരു വാക്കുകൂടിയായിരുന്നു വിപ്ലവമുദ്ര. സോളിഡാരിറ്റി ഏറ്റെടുത്ത കുറേ പുതിയ മുദ്രാവാക്യങ്ങളെ വളരെ പുതിയ രീതിയിൽ കേരളത്തിൻ്റെ വികസനം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ, മുതലാളിത്തം, അതേപോലെയുള്ള യുവത്വം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായി ഇടപെടുന്ന ഒരു സംഘടനയുടെ വിപ്ലവഗാനം ഇതുവരെ വന്നൊരു പാറ്റേണിലാകരുത് എന്നായിരുന്നു എഴുത്ത് എന്നുള്ള രീതിയിൽ എനിക്ക് നേരിട്ട വലിയൊരു പ്രശ്നം. ഒരു ഇസ്ലാമിക വിപ്ലവ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു വളർച്ചയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ്. ആ ഒരു വളർച്ച വിപ്ലവഗാനങ്ങളുടെ അവതരണത്തിലും വേണം എന്നെനിക്ക് തോന്നി എഴുതിയ ചില പാട്ടുകൾക്കാണ് അന്ന് അമീൻ യാസിർ ആ ഒരു അതിൻ്റെ ഒരു പിന്നിലുള്ള ആ മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് യാസിറിൻ്റെ വീട്ടിൽ വെച്ചിട്ടും യാസിറിൻ്റെ താമസ സ്ഥലത്ത് വെച്ചിട്ടൊക്കെ ഈ പാട്ടിന് കമ്പോസ് ചെയ്യുന്നത്. അതിന് റഹീം ബാലാറായിരുന്നു അതിൻ്റെ ആ ആൽബത്തിൻ്റെ നേതൃത്വം. തുടക്കത്തിൽ അവർക്ക് തന്നെ ഇതിൻ്റെ ട്യൂൺ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് അതിൻ്റെ രസകരമായ ഒരു സംഗതി. കാരണം ഈ ഒരു പുതുമയെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമ്മുടെ ആളുകൾ ഇത് സ്വീകരിക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ആ ആൽബത്തിലെ എല്ലാ പാട്ടുകളും ഹിറ്റായി മാറുക എന്ന് മാത്രമല്ല, ആ ആൽബത്തിലെ ഏറ്റവും ഹിറ്റായ ഈ നീലമാനത്തിൻ എന്ന ആ പാട്ട് ഇപ്പോഴും സോളിഡാരിറ്റിയിലെ പ്രവർത്തകരും അതിൻ്റെ നേതാക്കളും നെഞ്ചേറ്റി നടക്കുന്നൊരു പാട്ടായി അതിലെ ഈ നീലമാനത്തിൻ എന്ന പാട്ട് മാറി. അതിലെ തന്നെ ആ ആൽബത്തിലുള്ള മറ്റൊരു പാട്ടാണ് ഇപ്പോൾ അമീൻ യാസിർ പാടാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ പ്രത്യേകത ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള ഇമേജുകൾ, ഒരുപക്ഷെ അന്ന് വരെ മലയാളത്തിലെ വിപ്ലവഗാനങ്ങളിൽ കാണാത്ത ഒരു പതിവാണ്. പൊതുവെ ഇടതുപക്ഷ വിപ്ലവഗാനങ്ങളുടെ തുടർച്ചയായിട്ടാണ് നമ്മുടെ വിപ്ലവഗാനങ്ങൾ ഉണ്ടാവാറുള്ളത്. അതിൽ നിന്ന് മാറ്റി ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള വിപ്ലവാത്മകമായ ഇമേജുകൾ എങ്ങനെ നമ്മുടെ വിപ്ലവഗാനങ്ങളിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ശ്രദ്ധ ഞാൻ പുലർത്തിയതിൻ്റെ ഭാഗമാണ്. അപ്പോൾ വടിയടിച്ച് വൻകടൽ പിളർക്കുക എന്നുള്ളത് ഒരു മൂസാ നബിയുടെ ചരിത്രത്തിലുള്ളൊരു വലിയൊരു ഇമേജാണ്. ആ ഇമേജിനെ എങ്ങനെ കേരളത്തിൻ്റെ ഒരു വിപ്ലവ യുവജന സംഘടനയുടെ പാട്ടിലേക്ക് കൊണ്ടുവരാം എന്നാണ് ഞാൻ ആലോചിച്ചത്. അതിനെ വിജയകരമായൊരു പാട്ടാക്കി മാറ്റിയതിൻ്റെ ഫുൾ ക്രെഡിറ്റും അമീൻ യാസിറിനാണ്. അമീൻ യാസിറിന് അത് പാടും. പടനിലങ്ങളേറെ താണ്ടി വന്ന കൂട്ടരെ നമ്മൾ വടിയടിച്ചു വൻകടൽ പിളർത്തതെങ്ങനെ? ഉടയവന്റെ വാക്യമുള്ളിൽ വന്ന കൂട്ടരെ നമ്മൾ ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? പടനിലങ്ങളേറെ താണ്ടി വന്ന കൂട്ടരെ നമ്മൾ വടിയടിച്ചു വൻകടൽ പിളർത്തതെങ്ങനെ? ഉടയവന്റെ വാക്യമുള്ളിൽ വെന്ന കൂട്ടരെ നമ്മൾ ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ? ൂരിരുട്ടു മൂടിയ ചരിത്രസന്ധിയിൽ നമ്മൾ നട്ട തൂവെളിച്ചമാൽ പകൽ പിറന്നതും കാരിരുമ്പിനാൽ ഭരിച്ച ജാഹിലിയത്തിൽ
നീച കോട്ടകൾ തകർത്തു നമ്മൾ നേർത്തെളിച്ചതും കഥകളായി പൊടി പിടിച്ചമർന്നതെങ്ങനെ, പിന്നെ പുതിയ പോരിടങ്ങളിൽ ജയിപ്പതെങ്ങനെ. പടനിലങ്ങളേറെ താണ്ടി വന്ന കൂട്ടരെ നമ്മൾ വടിയടിച്ചു വൻകടൽ പിളർത്തതെങ്ങനെ, ഉടയവന്റെ വാക്യമുള്ളിൽ വെന്ന കൂട്ടരെ നമ്മൾ ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ, ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ. പീഡിതന്റെ മോചനത്തിനായി വരുന്നിതാ, നാടിൻ കൊടുമകൾ തകർത്തു നമ്മൾ മുന്നിടുന്നിതാ. കാലം നമ്മെ കാത്തിരിക്കയാണു കൈകളിൽ, നേരിൻ കൊടിയുയർത്തി വൈരിയെ തുരത്തിടുന്നിതാ. കഥകളായി പൊടി പിടിച്ചമർന്നു പോയവർ പിന്നെ പുതിയ പോരിടങ്ങളിൽ ജയിപ്പതെങ്ങനെ, പടനിലങ്ങളേറെ താണ്ടി വന്ന കൂട്ടരെ നമ്മൾ വടിയടിച്ചു വൻകടൽ പിളർത്തതെങ്ങനെ, ഉടയവന്റെ വാക്യമുള്ളിൽ വെന്ന കൂട്ടരെ നമ്മൾ ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ, ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ. പടനിലങ്ങളേറെ താണ്ടി വന്ന കൂട്ടരെ നമ്മൾ വടിയടിച്ചു വൻകടൽ പിളർത്തതെങ്ങനെ, ഉടയവന്റെ വാക്യമുള്ളിൽ വെന്ന കൂട്ടരെ നമ്മൾ ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ, ഉലകിതേറ്റെടുക്കുവാതിരിപ്പതെങ്ങനെ. ഒരു യുവജന പ്രസ്ഥാനം 2 പതിറ്റാണ്ട് പൂർത്തിയാക്കാൻ പോകുമ്പോൾ കേരളത്തിന് എന്തു കൊടുത്തു എന്നുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം സോളിഡാരിറ്റി കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു തരംഗവും ചിന്താപരമായും പ്രവർത്തനപരമായിട്ടുള്ളൊരു മുന്നേറ്റത്തിൻ്റെയോടൊപ്പം ചില പാട്ടുകൾ കൂടി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെയും അതേപോലെ അമീൻ യാസിറിൻ്റെയൊക്കെ ഒരു സന്തോഷം. പ്രത്യേകിച്ച് ഈ പാട്ടിലൊക്കെ പാടിയ ഷാനവാസ്, സമീർ ബിൻസി പോലെയുള്ള കുറേ ആളുകൾ സോളിഡാരിറ്റി കലാസാഹിത്യ രംഗത്ത് എന്ത് കൊടുത്തു അല്ലെങ്കിൽ വ്യത്യസ്തമായി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മുന്നോട്ട് വെക്കാനുള്ളത് ഇതുപോലുള്ള കുറേ പാട്ടുകളാണ്. അതിൻ്റെ രചനയിലും സംഗീതത്തിലും ആലാപനത്തിലെല്ലാം വ്യത്യസ്തത പുലർത്തിയ കുറേ പാട്ടുകൾ. ആ പാട്ടുകളുടെ കൂട്ടത്തിൽ മികച്ചൊരു ഗാനമാണ് അമീൻ യാസിർ പാടിയത്. ഇതൊരു ഓർമ്മയും ചരിത്രവുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.